പ്രിയപ്പെട്ടവരെ നമസ്കാരം. പുല്ലയിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. മനോഹരങ്ങളായ നെൽപ്പാടങ്ങൾക്കു സമീപമാണ് അതിപുരാതനമായ പുല്ലയിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ മഹാക്ഷേത്രങ്ങളെയും പോലെ തന്നെ വലിയൊരു ബലിക്കല്ല് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ക്ഷേത്രത്തിന് മുന്നിലായി അതിസങ്കീർണങ്ങളായ ധാരാളം കൊത്തുപണികളോടുകൂടിയ ഒരു നമസ്കാര മണ്ഡപം സ്ഥിതി ചെയ്യുന്നു. അതിപുരാതനമായ ഈ ക്ഷേത്രം അതിൻ്റെ പൗരാണികതയ്ക്ക് കോട്ടം വരാത്തക്ക വിധം മനോഹരമായി നവീകരിക്കുന്നതിനുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നമസ്കാര മണ്ഡപത്തിലെ കരിങ്കൽ തൂണുകളിൽ പ്രാചീന ലിപിയിൽ എഴുതിയ വട്ടെഴുത്തുകൾ സ്പഷ്ടമായി കാണാൻ കഴിയുന്നുണ്ട്. ശംഖചക്ര ഗദാപത്മധാരിയായ ചതുർബാഹുവായ ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. വെണ്ണ നൈവേദ്യമാണ് പ്രധാന വഴിപാട്. പൂർണ്ണമായും കരിങ്കല്ലിൽ നിർമ്മിച്ച വട്ട ശ്രീകോവിലിൽ മൃഗമാലയോടുകൂടിയ പഞ്ചവർഗത്തറയും കൂടാതെ ക്ഷേത്രഭിത്തികളിൽ അതിസങ്കീർണങ്ങളായ ധാരാളം കൊത്തുപണികളോടുകൂടിയ ധാരാളം ശില്പവിലകൾ കുത്തിവെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പൗരാണികതയെ സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിന് സമീപമാണ് പുല്ലയിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇരു സോപാനപ്പടികളിലും അതിന് ചുറ്റുമായൊക്കെ ധാരാളം സങ്കീർണങ്ങളായ കൊത്തുപണികൾ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും അതിൽ പെയിൻ്റ് അടിച്ചിരിക്കുന്നതുകൊണ്ടാവാം പലപ്പോഴും പല കൊത്തുപണികളും വ്യക്തമല്ല എങ്കിൽ പോലും അതിമനോഹരമാണ്. കിളിമാനൂർ ജംഗ്ഷനിൽ നിന്നും ആറ്റിങ്ങൽ റോഡെ സഞ്ചരിച്ച് ചൂട്ടയിൽ ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. നിങ്ങൾ പുല്ലയിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ബസ്സിൽ വരുന്നവർ കാരേറ്റ് നിന്നും നഗരൂർ ആറ്റിങ്ങൽ വഴി പോകുന്ന ബസ്സിൽ കയറി പൊയ്കക്കട ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോയ്ക്ക് 50 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് പുല്ലയിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ഉപദേവതകളായി അയ്യപ്പൻ, ഗണപതി, ശിവ പ്രതിഷ്ഠകളും നമുക്കിവിടെ കാണാൻ കഴിയും. ഈ മനോഹരമായ ക്ഷേത്രത്തിൽ ഒരു വീഡിയോ എടുക്കുന്നതിന് എനിക്ക് അനുവാദം തന്ന പുല്ലയിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ട്രസ്റ്റിന് എൻ്റെ ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, നമസ്കാരം.